മീഡിയ വൺ കോൾ സെൻ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോൾ സെൻ്ററിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധം എങ്ങനെ എന്നതാണ് ഇന്നത്തെ വിഷയം. സംസ്ഥാനത്ത് പകർച്ചപ്പനി മൂലം രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ്. കൂടാതെ 4 പേർക്ക് കോളറയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പനിയുമായി വരുന്നവരിൽ കുറേ പേർക്കും ഡെങ്കിപ്പനിയാണ് കൂടുതൽ കാണുന്നത്. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളിലൂടെ വരുന്ന വൈറൽ പനിയാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. കടുത്ത പനിയും തലവേദനയും ഒക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക, ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് എന്നാണ് കോൾ സെൻ്റർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ ഡയറക്ടറായ ഡോക്ടർ അനുകുമാർ എസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കോൾ സെൻ്ററിലേക്ക് കോൾ ചെയ്യുമ്പോൾ ദയവായി ടി-വിയുടെ ശബ്ദം കുറച്ച് വെച്ച് ഫോണിൽ മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുവാനെ കൊണ്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ കോൾ സെൻ്ററിലേക്ക് സ്വാഗതം. തുടക്കം സൂചിപ്പിച്ചതുപോലെ മഴക്കാലമാണ്. ആ മഴക്കാലത്തോടൊപ്പം തന്നെ പനിക്കാലവും കൂടി എത്തിയിരിക്കുകയാണ്. ഡെങ്കിപ്പനിയാണ് കൂടുതലായും കാണപ്പെടുന്നത്. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴക്കാലം വന്നതോടുകൂടെ തന്നെ ഈ പനികളുടെ എണ്ണവും വളരെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് ആശുപത്രിയിലും അതേപോലെ തന്നെ ICUയിലൊക്കെ ഈ പനിയായി പ്രവേശിപ്പിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം അവസാനത്തെ ഒരു 2 ആഴ്ചയായിട്ട് വളരെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. പല ആശുപത്രികളിലും ICUകളിലും ഒന്നും ബെഡ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും, പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിലെ ഏറ്റവും അധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു പനിയാണ് ഡെങ്കിപ്പനി. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു കൊതുക് ജന്യ രോഗമാണ്. കൊതുക് കടിയിലൂടെയാണ് ഈ രോഗാണു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഈഡസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ഈ രോഗാണു, ഈ വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ കൊതുക് കടിയിലൂടെ ഏകദേശം 2 മുതൽ 7 ദിവസം വരെ സമയമെടുത്തിട്ടാണ് ഈ രോഗി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ആ സമയത്തെയാണ് നമ്മൾ സാധാരണ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച ശേഷം രോഗലക്ഷണം കാണിക്കാനുള്ള സമയത്തെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ രോഗലക്ഷണങ്ങൾ സാധാരണ എല്ലാ വൈറൽ പനി പോലെ തന്നെ ഈ പനി, ശക്തമായ ദേഹത്ത് വേദന, കണ്ണിൻ്റെ വേദന, തലവേദന, ഇതാണ് ഡെങ്കിപ്പനിയിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ. എന്നാൽ ഈ ഒരു പ്രാവശ്യം നമ്മൾ കേസുകൾ നോക്കുമ്പോൾ അതിനകത്തുനിന്ന് വ്യത്യാസം കാണുന്നത്, സാധാരണ ഈ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഡെങ്കിപ്പനിയിൽ കുറവാണ് കാണാറ്. ഈ പ്രാവശ്യം പക്ഷേ ഈ ചുമ ഈ ഡെങ്കിപ്പനിയുടെ കൂടെ തന്നെ ലക്ഷണമായി ചിലർ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വയറിളക്കം അതും ചില രോഗികൾ കാണുന്നുണ്ട്. എന്നാലും പ്രധാനമായി ശക്തമായ പനി, തലവേദന, കണ്ണിനുള്ള വേദന, ഈ ദേഹത്ത് വേദന, ഇതാണ് ഡെങ്കിപ്പനിയുടെ കോമൺ ആയിട്ട് കാണുന്ന രോഗലക്ഷണങ്ങൾ. സാധാരണ രീതിയിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മുതൽ 5 ദിവസം വരെയാണ് ഈ രോഗലക്ഷണങ്ങൾ നിലനിൽക്കുക. ഞാനങ്ങനെ പറയാൻ കാരണം, സാധാരണ പനിയുമായിട്ട് ഡെങ്കിപ്പനിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇത് വൈറസ് അണുബാധ ആയതുകൊണ്ട് തന്നെ ഈ പനി സാധാരണ രീതിയിൽ ഒരു 4 മുതൽ 5 ദിവസം ആകുമ്പോഴേക്കും മാറും. ഈ പനി വരുന്ന ഫേസിനെയാണ് നമ്മൾ ആദ്യം ഈ ഫെബ്രൈൽ ഫേസ് അല്ലെങ്കിൽ വൈറീമിക് ഫേസ് എന്ന് പറയുക. ഈ സമയത്താണ് ശരീരത്തിൽ വൈറസിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണാം. അതിനുശേഷം പനി മാറിക്കഴിഞ്ഞ ശേഷമാണ് രോഗി ഈ മറ്റ് കോംപ്ലിക്കേഷനിലേക്കും ഗുരുതരാവസ്ഥയിലേക്കും പോകുന്നത്. സാധാരണ മറ്റെല്ലാ പനികളിലും പനി വിടുന്നതോടുകൂടെ രോഗം മാറുകയാണ് ചെയ്യുക. എന്നാൽ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ പനി വിടുന്നതോടുകൂടിയാണ് രോഗി കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. അതിനെ ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ഈ പ്ലേറ്ററ്റിൻ്റെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയുക. സാധാരണ രീതിയിൽ പ്ലേറ്ററ്റിൻ്റെ അളവ് ഒരു 1.5 ലക്ഷം മുതൽ 2-2.5 ലക്ഷം വരെ ആണെങ്കിൽ ഇതിനകത്ത് പ്ലേറ്ററ്റിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരാം. ദേഹത്തൊക്കെ അതേപോലെ ചുവന്ന രീതിയിലുള്ള റാഷസ് വരാം. ഈ സാധാരണ രീതിയിൽ പ്ലേറ്ററ്റ് കുറഞ്ഞിട്ടാണ് റാഷസ് വരാം. പ്ലേറ്ററ്റ് നോർമലായി നിൽക്കുന്ന ആൾക്കാരിലും ദേഹത്ത് റാഷസ് വരാം. അതോ ഈ പ്രാവശ്യം കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ BP വളരെ കുറഞ്ഞു പോവുക, വയറിനകത്തേക്ക് ശക്തമായ വേദന വരിക, മറ്റു ഭാഗങ്ങൾ പ്ലേറ്ററ്റ് കുറയുമ്പോൾ ബ്ലീഡിങ് വരിക, പിന്നെ നമ്മുടെ ശരീരത്തിൽ നീര് വരിക, പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങളിലൊക്കെ ഈ പല ഭാഗത്തും നീർക്കെട്ട് വരിക. നമ്മളതിനെ പോളിസീറോസൈറ്റിസ് എന്ന് പറയും. ലങ്സിൻ്റെ ഉള്ളിൽ, ഹാർട്ടിന് ചുറ്റും, ഈ വയറിനകത്തേക്കൊക്കെ നീർക്കെട്ട് വരിക. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഈ കോംപ്ലിക്കേഷൻ ഫേസിലേക്ക് വരിക. അതിൻ്റെ കൂടെ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ലിവറിൻ്റെ പ്രവർത്തനം ഈ സീരിയസ് ആയ അവസ്ഥയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഗണ്യമായ തകരാറ് ഈ കരളിൻ്റെ പ്രവർത്തനത്തിന് വരിക. അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഡെങ്കി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു മഞ്ഞപ്പിത്തം പോലെ തുടങ്ങി അത് പിന്നീട് ലിവറിൻ്റെ തന്നെ പ്രവർത്തനം മോശമാക്കുന്ന രീതിയിലേക്ക് പോവുക. ഇതാണ് പലപ്പോഴും ഈ മരണത്തിന് ഒരു പ്രധാന കാരണം. അതേപോലെ തന്നെ
ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയും. ഈ BP വളരെ കുറഞ്ഞു പോയി മറ്റ് അവയവങ്ങളിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പോവുക. ഇത് രണ്ടുമാണ് സാധാരണ രീതിയിൽ മരണ കാരണങ്ങളാവുന്നത്. അതേപോലെ തന്നെ ഈ രണ്ടാം ഘട്ടത്തിലാണ് രോഗിക്ക് മറ്റ് പല അവയവങ്ങളിലേക്കും ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരെ ഒരു കോളർ ഉണ്ട്. കളമശ്ശേരിയിൽ നിന്നും ഷാജിമോനാണ് വിളിക്കുന്നത്. ഷാജിമോൻ, ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ. അതെ അതെ, കണക്റ്റഡ് ആണ്, സംസാരിച്ചോളൂ. സാറേ, എനിക്ക് ഒരു 5-8 മാസം മുമ്പ് ഡെങ്കിപ്പനി വന്നതായിരുന്നു. ഓക്കെ. അപ്പൊ വീണ്ടും എനിക്ക് ഇപ്പൊ ശക്തമായ പനിയാണ്. എന്റെ ഫാമിലിയിൽ പെട്ട ഒരു 3-4 പേര് ഹോസ്പിറ്റലിൽ ഡെങ്കി കഴിഞ്ഞ് വന്നോളൂ ഇപ്പൊ. അപ്പൊ വീണ്ടും എനിക്ക് ശക്തമായ പനി. ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കഴിയുമ്പോഴേ ബെഡിൽ ഇരുന്നിട്ട് എണിച്ച് കഴിയുമ്പോൾ ഭയങ്കര തലകറക്കം. ഈ ശരീരത്തിൽ ഭയങ്കര ക്ഷീണമുണ്ട്. ഓക്കെ, നമുക്ക് സാധാരണ രീതിയിൽ പലർക്കും ഉള്ളൊരു സംശയമാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം മറ്റ് പല വൈറൽ രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് കുറച്ച് കാലത്തിന് ശേഷം, അല്ലെങ്കിൽ 1 വർഷത്തിനോ 2 വർഷത്തിന് ശേഷമൊക്കെ വരുള്ളൂ. പക്ഷേ ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ നമുക്കത് 4 തരത്തിലുള്ള വൈറസുകൾ, അല്ലെങ്കിൽ 4 വൈറസിൻ്റെ വകഭേദങ്ങളാണ്. ഡെങ്കു 1, ഡെൻ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒരു വൈറസ് വന്നു കഴിഞ്ഞാലും അത് മറ്റ് ഈ വൈറസും കൊണ്ട് ഈ ഡെങ്കിപ്പനിക്കുള്ള ക്രോസ് പ്രൊട്ടക്ഷൻ വന്നോളന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം മുമ്പ് ഡെങ്കിപ്പനി വന്നതുകൊണ്ട് പിന്നീട് ഡെങ്കിപ്പനി വരില്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന് താങ്കൾ പറഞ്ഞതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡെങ്കിപ്പനി വരുമ്പോൾ എപ്പോഴും ഡോക്ടറെ കാണേണ്ടതോ ഹോസ്പിറ്റലിൽ പോകേണ്ടതോ ചില വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ അപായ സൂചനകൾ കാണുമ്പോഴാണ്. അതിൽപ്പെട്ടതാണ് നമുക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടുക, ഈ എണീറ്റ് നിൽക്കുമ്പം തലകറക്കം അനുഭവപ്പെടുക, അതല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ബ്ലീഡിങ് വരിക, ശക്തമായ വയറുവേദന വരിക, അതല്ലെങ്കിൽ ഓർമ്മക്കുറവ് വരിക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഈ ഡെങ്കിപ്പനി ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അതനുസരിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള ചികിത്സ എടുക്കുകയും വളരെ അത്യാവശ്യമാണ്. ഷാജിമോനാണ് വിളിച്ചത് കളമശ്ശേരിയിൽ നിന്നും. ഡോക്ടർ, നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് രണ്ടാം ഘട്ടത്തെ പറ്റിയായിരുന്നു. നമുക്ക് അതിലേക്ക് അതെ, രണ്ടാം ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇത് മറ്റ് അവയവങ്ങളിലൊക്കെ ബാധിക്കാം. അതിനാണ് നമ്മൾ എക്സ്പാൻഡഡ് ഡെങ്കി സിൻഡ്രോം എന്ന് പറയുക. ഇത് തലച്ചോറിനെ ബാധിക്കുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവുക, അപസ്മാരം വരിക, നമ്മൾ മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറയില്ല. ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, മുമ്പ് നമ്മൾ നിപ്പ, വെസ്റ്റ് നൈൽ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഡെങ്കി എൻസെഫലൈറ്റിസ് ഉണ്ട്. ഡെങ്കി വൈറസ് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ മറ്റ് വൈറസുകളൊക്കെ ബാധിക്കുന്ന പോലെ തന്നെ ഓർമ്മയിലുള്ള വ്യത്യാസം, അപസ്മാരം, ആ രീതിയിലുള്ള വ്യത്യാസത്തിലേക്ക് ഡെങ്കിപ്പനി തലച്ചോറിനെ ബാധിക്കാം. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ശ്വാസകോശത്തിലേക്ക് ബ്ലീഡിങ് വരാം, അതുകൊണ്ട് ശ്വാസതടസ്സം വരാം. അതല്ലെങ്കിൽ ലങ്സിലേക്ക് നീര് വരാം, വയറിനകത്തേക്ക് ഈ പാങ്ക്രിയാറ്റിസ് ഗ്രന്ഥികളിൽ നീര് വരാം, വയറിനകത്തേക്ക് നീർക്കെട്ട് വരാം. അങ്ങനെ കിഡ്നിനകത്തേക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം. ലിവറിനകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള വ്യത്യാസങ്ങൾ വരാം. അതേപോലെ എല്ലാ അവയവങ്ങളിലേക്കും ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം. ഇനി മറ്റൊന്ന് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എങ്ങനെയാണ് ഈ രോഗസ്ഥിരീകരണം നടത്തുക എന്നുള്ളതാണ്. നേരത്തെ ചോദിച്ചാണോ അതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പനിയുള്ള ഘട്ടത്തിൽ, അതായത് ഈ അണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം തുടക്കത്തിൽ പനി കാണിക്കുന്ന സമയത്താണ് നമുക്ക് വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്താണ് നമുക്ക് വൈറസിനെ നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. നമ്മൾ ഈ കോവിഡിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് ഈ ഡെങ്കി PCR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാം. അത് വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. ഈ ഡെങ്കിപ്പനിയുടെ ആൻറ്റിജൻ ടെസ്റ്റിനാണ് നമ്മൾ ഡെങ്കി NS1 ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെ 2 രീതിയിലുണ്ട്. കാർഡ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ELISA ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ പനിയുടെ തുടക്കത്തിലാണ് നമുക്ക് ഈ 2 ടെസ്റ്റും ചെയ്താൽ പോസിറ്റീവ് ആവാം. പിന്നീട് പനി വിടുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗി ഒരു ക്രിട്ടിക്കൽ ഫേസ്, മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രധാനമായും വൈറസിൻ്റെ അളവ് ആ സമയത്ത് ശരീരത്തിൽ കുറയുകയും ഈ വൈറസിൻ്റെ ചില പ്രവർത്തനങ്ങൾ കാരണം നമ്മളതിനെ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻറ്റ്, അങ്ങനെ പല രീതിയിലുള്ള അതിൻ്റെ ഈ എന്താ പറയുക ശാസ്ത്രീയ പിന്നെ ഈ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ആ രീതിയിലേക്ക്, അതായത് നമ്മൾ വൈറസ് ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ക്രമാതീതമായ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണമാണ് കോംപ്ലിക്കേഷൻസ് പോകുന്നത്. ആ സമയത്ത് നമ്മൾ ഈ NS1 അല്ലെങ്കിൽ PCR ചെയ്താൽ നെഗറ്റീവ് ആവും. നേരെ മറിച്ച് നമ്മൾ ആ സമയത്ത് രോഗം സ്ഥിരീകരിക്കുന്നത് ഡെങ്കി IgM ആൻറ്റിബോഡി നോക്കിയിട്ടാണ്.
ചില ആൾക്കാർക്ക് അപൂർവമായിട്ട് ഈ പനി വന്ന് ഈ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില ഒരു ഗ്യാപ്പ് വരാം. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ NS1 നെഗറ്റീവ് ആവാം, ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഡെങ്കിപ്പനിയുടെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ രോഗസ്ഥിരീകരണം നടത്തുന്നത്. എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയും? ഇപ്പം പലരും പറയുന്നൊരു കാര്യം, ഈ ഫ്രൂട്ട്സ് നന്നായി കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ആദ്യം സൂചിപ്പിച്ച ഡെങ്കിയുടെ പ്രതിരോധം, നമ്മൾ അതിനകത്തേക്ക് വരാം. രണ്ടാമത് അതിൻ്റെ ചികിത്സാ രീതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ശക്തമായ ശരീരവേദന, പനി, ഇതാണ് അനുഭവപ്പെടുക. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോകണം. അതിൻ്റെ കൂടെ നമ്മൾ ശരീരത്തിലെ ജലാംശം കുറയാത്ത രീതിയിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ഛർദി ഇടയ്ക്കിടയ്ക്ക് വരിക, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, അതും ഒരു വാർണിംഗ് സൈനാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ടതും നമ്മൾ അതേപോലെ തന്നെ ഈ IV ഫ്ലൂയിഡൊക്കെ എടുക്കാനുള്ള ഒരു ഇൻഡിക്കേഷനാണത്. ഇനി അതിൻ്റെ ഈ ചികിത്സ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പനി ശരീരവേദന ഉള്ള സമയത്ത് നമ്മൾ പ്രധാനമായും പാരസിറ്റമോളാണ് നമ്മൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുക. മറ്റ് വേദന സംഹാരി മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഈ വോവറാൻ, ഐബുപ്രോഫൻ തുടങ്ങിയ മരുന്നുകൾ, അസിക്ലോഫിനാക്കൊക്കെ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ കുറയാനും അതേപോലെ തന്നെ ഈ കരളിൻ്റെ ഒക്കെ പ്രവർത്തനം മോശമാവാനും കാരണമാവും. അതുകൊണ്ട് അനാവശ്യമായ അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതൊരു വൈറസ് രോഗമാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്ക് ഡെങ്കിപ്പനിയുടെ ചികിത്സയിൽ യാതൊരു റോളും ഇല്ല. അപ്പോൾ എല്ലാ പനിക്കും ആൻറ്റിബയോട്ടിക് നമ്മൾ ഈ കൗണ്ടറിൽ പോയി വാങ്ങുന്ന രീതി ഡെങ്കിപ്പനിയിൽ ചെയ്യാൻ പാടില്ല. അനാവശ്യമായ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മറ്റ് രീതിയില്ല, ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസും ആൻറ്റിബയോട്ടിക് മൂലമുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടിലേക്കൊക്കെ ശരീരത്തിനെ കൊണ്ടുപോവുകയുള്ളൂ. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് താങ്കൾ ഉദ്ദേശിച്ചത് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഈ പപ്പായ, അതൊക്കെ പപ്പായയുടെ ഇലയൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ആൾക്കാർ പറയുന്നത് ഈ ഡെങ്കിപ്പനിയുടെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേറ്റഡ് കൗണ്ട് വളരെ ക്രമാതീതമായി കുറഞ്ഞു പോകുമ്പോഴാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്ററ്റ് കൂടും എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു ധാരണ. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ഈ മിഥ്യാധാരണകളും ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിനകത്തൊന്നും പക്ഷേ കൃത്യമായ ശാസ്ത്രീയ അടിത്തറയില്ല. നേരെ മറിച്ച് നമ്മൾ ശരീരത്തിലെ കൃത്യമായ ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെങ്കി സ്ഥിരീകരിക്കാൻ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ട് അല്ലെങ്കിൽ CBC എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ചെയ്യുക. അപ്പോൾ ഈ CBCനകത്ത് ഡെങ്കിപ്പനിയിൽ സാധാരണ വെളുത്ത രക്താണുക്കളുടെ അളവ് അല്ലെങ്കിൽ ടോട്ടൽ ല്യൂക്കോസൈഡ് കൗണ്ട് കുറവായിരിക്കും ഉണ്ടാവുക. സാധാരണ നമുക്കതൊരു 3500-ൻ്റെ 4000-ൻ്റെ മുകളിലാണ് നോർമലായിട്ട് വരുന്നതെങ്കിൽ ഇത് വളരെ കുറഞ്ഞ് 2000-ൻ്റെയോ 3000-ൻ്റെയോ താഴേക്ക് വരുന്നതായിട്ട് കാണാം. അതേപോലെ ഈ കൗണ്ട് പ്ലേറ്റഡ് ഈ WBC കൗണ്ട് കുറഞ്ഞ് ഏകദേശം ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴാണ് പിന്നെ പ്ലേറ്റഡ് കൗണ്ട് കുറയാൻ തുടങ്ങുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്ലഡ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആവും. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രക്തക്കുഴലുകളിലെ ഈ ഭിത്തികളിലൊക്കെ ചില ഡാമേജ് വരികയും ഈ രക്തത്തിനുള്ളിലുള്ള നീര് പുറത്തേക്ക് വരികയും ചെയ്യും. അതിനെ കാപ്പിലറി ലീക്ക് എന്ന് പറയും. ആ സമയത്ത് രക്തം കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ നമ്മൾ സാധാരണ ഉള്ള അളവിനേക്കാൾ കൂടുതലായിട്ട് കാണാം. നമ്മൾ സാധാരണ പല അസുഖങ്ങൾക്കും ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. പക്ഷേ ഡെങ്കിപ്പനിയിൽ നമുക്കത് ഹീമോഗ്ലോബിൻ്റെ അളവ് ഈ ഹീമോ കോൺസെൻട്രേഷൻ കാരണം കൂടുന്നതായിട്ടാണ് കാണുക. ആ സമയത്തും അതും സൂചിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നു എന്നുള്ളതാണ്. അപ്പം നല്ല അളവിൽ ഏകദേശം ഒരു 3 മുതൽ 5 ലിറ്റർ വരെ ഈ ഫ്രൂട്ട് ജ്യൂസായിട്ടോ വെള്ളമായിട്ടോ നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് കൃത്യമായി ചെയ്യേണ്ടത്. അത് ജലാംശം ശരീരത്തിൽ കൃത്യമായി നിലനിർത്തിയാൽ തന്നെ നമുക്ക് മെല്ലെ ഈ പ്ലേറ്റഡ് കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഡോക്ടർ, ഒപ്പം തന്നെ ഈ ഡെങ്കിപ്പനിക്കൊപ്പം തന്നെ കോളറയും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. ഇന്ന് 4 പേർക്ക് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പലർക്കും എന്താണ് കോളറ എന്നറിയില്ല. ഇതെങ്ങനെയാണ് വരുന്നത്? കോളറ സാധാരണ നമ്മളിതിനെ വാട്ടർ ബോൺ ഡിസീസ് അല്ലെങ്കിൽ ഒരു ജലജന്യ രോഗമെന്ന് പറയും. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും അതിനുശേഷം ഈ വയറിളക്കവും ഛർദി ഉണ്ടാവുക എന്നുള്ളതാണ്. വയറിളക്കം തന്നെ നമ്മളിങ്ങനെ ഈ കഞ്ഞിവെള്ളം പോലെ അല്ലെങ്കിൽ വെള്ളം പോലെ ഈ വളരെ അധികമായിട്ട് ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുക, ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കോളറ പ്രതിരോധിക്കാൻ വേണ്ടി. നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഭക്ഷണം വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ അണുക്കൾ
നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് നമ്മുടെ ഈ മലത്തിലൂടെയും അതേപോലെ തന്നെ നമ്മൾ മറ്റ് ഈ മലമൂത്ര വിസർജനമൊക്കെ ഈ വിസർജനം ചെയ്ത ശേഷം അത് ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം ചെയ്ത ശേഷമൊക്കെ കൈ സോപ്പിട്ട് കഴുകുക, ഭക്ഷണത്തിൻ്റെ മുമ്പേ കൈ സോപ്പിട്ട് കഴുകുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് തടയാൻ പറ്റും. ഈ രോഗലക്ഷണങ്ങൾ വരുന്നത് അതിനകത്തും നമ്മൾ മുമ്പ് കണ്ടതിനേക്കാളും വ്യത്യാസം ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊക്കെ പലരും കേട്ടിട്ടുണ്ടോ, നമ്മൾ വായിച്ചിട്ടൊക്കെ ഈ കോളറ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വളരെയധികം ഈ വെള്ളം പോലെ അധികമായിട്ട് വയറിളക്കം വരിക, ഛർദി വരിക, ആ രീതിയിലാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടെ മൈൽഡായിട്ടാണ് വരുന്നത്. നമുക്ക് സാധാരണ ഫുഡ് പോയ്സണിംഗ് ഒക്കെ കാണുന്ന പോലെയുള്ള വയറിളക്കമായിരിക്കും തുടക്കത്തിൽ വരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാതെ സാധാരണ എന്തെങ്കിലും പിന്നെ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊക്കെ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉപ്പിൻ്റെ അളവും മറ്റ് ലവണങ്ങളുടെ അളവും വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞു പോകാൻ സൂക്ഷിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ORS ലായനി വളരെ കൂടിയ അളവ് തന്നെ കഴിക്കാം. അതേപോലെ നമുക്കുള്ള പൊതുവെയുള്ള ഒരു ധാരണ, നമ്മൾ വെള്ളം കുടിച്ചിട്ട് വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലോ കുടിച്ച ശേഷം, അതല്ലെങ്കിൽ വെള്ളം കുടിച്ച ശേഷം ഛർദ്ദിക്കുന്നുണ്ടെങ്കിലോ വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് ഉണ്ടാവുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ വയറിളക്കം ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഛർദി വരികയാണെങ്കിലോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനൂടെ നഷ്ടപ്പെടുന്ന ജലത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് അധികമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഡെങ്കിപ്പനിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഡെങ്കിപ്പനി വരാനുള്ള സാധ്യതകളുണ്ടോ? പ്രത്യേകിച്ച് ഈ സ്കൂളുകളിലൊക്കെ വിടുമ്പോൾ മഴക്കാലം കൂടിയാണ്. അപ്പോൾ മറ്റു കുട്ടികളിൽ നിന്നും ഇത് പകരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സാധ്യതകളുണ്ടോ? ഇല്ല, അതിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, രോഗം ഈ നമ്മളിലേക്ക് വരുന്നത് അല്ലെ രോഗം പകരുന്നത് കൊതുകടിയിലൂടെ മാത്രമാണ്. നമ്മളൊരു ഡെങ്കിപ്പനിയുള്ളൊരു രോഗിയെ അടുത്തിടപഴകി കഴിഞ്ഞാൽ നമുക്ക് രോഗം വരില്ല. നേരെ മറിച്ച് ഡെങ്കിപ്പനിയുള്ള ഒരു രോഗിയെ കൊതുക് കടിക്കുകയും ആ വൈറസ് ഈ കൊതുകിൻ്റെ ശരീരത്തിൽ വളർന്ന ശേഷം ആ കൊതുക് പിന്നീട് ഒരാളെ കടിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വൈറസ് ശരീരത്തിലേക്ക് വരുന്നതും നമുക്ക് രോഗം വരികയും ചെയ്തത്. ഈ ഏഡസ് വിഭാഗത്തിൽപ്പെട്ട ഇത് പരത്തുന്ന കൊതുകുകൾ സാധാരണ നമ്മളെ ഈ പകൽ സമയത്താണ് കടിക്കുന്നത്. അപ്പോൾ കൊതുക് കടിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യുക, കൊതുക് പെരുകുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രധാനമായും ചെയ്യേണ്ടത് പരിസരവും ശുചിയാക്കി വെക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള നമ്മളെ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള പാത്രങ്ങളോ സ്ഥലങ്ങളോ ഒക്കെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റിനും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് കൊതുക് അതിനകത്ത് വരുന്നതും മുട്ടയിടുന്നതും പിന്നീട് അത് കൊതുക് പെരുകുന്നതും നമ്മളെ കൊതുക് കടിച്ചിട്ട് ഈ രോഗം പരക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചികിത്സാ രീതികൾ എങ്ങനെയാണ്? ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, പനിയുള്ള സമയത്ത് എങ്ങനെയാണ് ചികിത്സിക്കുക. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, അതായത് ക്രിട്ടിക്കൽ ഫേസിലേക്ക് വരുമ്പോൾ, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കുറയാത്ത രീതിയിൽ നമ്മൾ വായിലൂടെയും അതല്ലാതെ ഡ്രിപ്പ് രൂപത്തിലും കൊടുക്കുക. ഇതിന് അനുബന്ധിച്ച് ജനങ്ങൾക്കുള്ള മറ്റ് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ട്, ഈ പ്ലേറ്റഡ് കൗണ്ട് കുറയുമ്പോൾ എപ്പോഴാണ് നമ്മൾ പ്ലേറ്റഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടത്, അതേപോലെ പ്ലേറ്റഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്താൽ എത്ര കണ്ട് പ്ലേറ്റഡ് കൂടും എന്നുള്ളതാണ് എന്നോടത്തെ ഏറ്റവും അധികം ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുമ്പൊക്കെ നമ്മൾ പ്ലേറ്ററ്റിൻ്റെ അളവ് 50,000 താഴേക്കൊക്കെ പോകുന്ന സമയത്ത് തന്നെ പ്ലേറ്റഡ് ട്രാൻസ്ഫ്യൂഷനായിട്ട് കൊടുത്തിരുന്നു. കാരണം എനിക്കൊന്ന് ആദ്യം കേരളത്തിൽ ഇതൊരു 2001 ഘട്ടത്തിലാണ് ആദ്യം വലിയ രീതിയിലേക്ക് ഈ രോഗം വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊക്കെ ചികിത്സിച്ചത് അങ്ങനെയാണ്. കൗണ്ട് കുറയുന്ന സമയത്ത് തന്നെ പ്ലേറ്ററ്റ് കൊടുക്കുക. പ്ലേറ്ററ്റ് കിട്ടാതിരുന്ന സമയത്ത്, കാരണം ആ സമയത്തൊക്കെ നമ്മൾ ഈ ചെറിയ ആശുപത്രികളിലൊക്കെ ആണെങ്കിൽ നമ്മളെ മുഴുവനായിട്ട് തന്നെയുള്ള ബ്ലഡ് കൊടുക്കുക, അതൊക്കെയായിരുന്നു ആ സമയത്തെ ചികിത്സാ രീതി. ഇന്ന് പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ നമ്മൾ ലോകത്ത് മുഴുവൻ നമ്മൾ അനുവർത്തിക്കുന്നത് പ്ലേറ്റഡ് കൗണ്ട് ഒരു 10,000 താഴേക്ക് പോയാൽ മാത്രമേ നമ്മൾ പ്ലേറ്ററ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതും നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ബ്ലീഡിങ് 10,000 താഴെ വരുമോ ബ്ലീഡിങ് വരുമോ ചെയ്താൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ 10,000 താഴെ വരുന്ന സമയത്ത് ബ്ലീഡിങ്ങും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾ പ്ലേറ്ററ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ 50,000 താഴെയൊക്കെ വന്ന് നല്ല രീതിയിലുള്ള ബ്ലീഡിങ് വരികയാണെങ്കിലാണ് നമ്മൾ പ്ലേറ്റഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക.
ഈ പ്ലേറ്റഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നെ 2 രീതിയിലുള്ള പ്ലേറ്ററ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഒന്ന് RDP അല്ലെങ്കിൽ റാൻഡം ഡോണർ പ്ലേറ്ററ്റ് എന്ന് പറയുന്നത്, നമ്മൾ പല ഈ ദാതാക്കളെ എടുത്തുനിന്ന് സ്വീകരിച്ച പ്ലേറ്ററ്റ് കൊടുക്കുക. അത് നമ്മൾ സാധാരണ 1 യൂണിറ്റ് കൊടുക്കുമ്പം ശരീരത്തിൽ ഏകദേശം ഒരു 10,000-അടുത്താണ് പ്ലേറ്ററ്റ് കൂടുന്നതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഒരേ ഡോണറിൽ നിന്ന് തന്നെ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അത് ബാക്കി പ്ലേറ്ററ്റ് മാത്രം വേർതിരിച്ച് മറ്റ് ബാക്കി ഘടകങ്ങളൊക്കെ ഈ ഡോണറിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അതിനാണ് നമ്മൾ സിംഗിൾ ഡോണർ പ്ലേറ്ററ്റ് അല്ലെങ്കിൽ FRSS പ്ലേറ്ററ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ പ്ലേറ്ററ്റ് ഏകദേശം ഒരു 50,000 വരെ വ്യത്യാസം വരാം. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തുനിന്ന് കയറ്റുന്ന പ്ലേറ്ററ്റിൻ്റെ ഒക്കെ ആയുസ് ഏകദേശം 8 മുതൽ 12 മണിക്കൂർ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലേറ്ററ്റ് കയറ്റി നമ്മൾ കുറച്ച് സമയം ഒരു 5-8 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത് കൗണ്ട് നോക്കുന്ന സമയത്ത് പ്ലേറ്ററ്റ് കുറഞ്ഞു തന്നെ ഉണ്ടാവും. പലരും ചോദിക്കുന്നതാണ്, നമ്മൾ പ്ലേറ്ററ്റ് കുറഞ്ഞു, പ്ലേറ്ററ്റ് കയറ്റി, എന്തുകൊണ്ടാണ് പ്ലേറ്ററ്റ് കൂടാത്തത്? നമ്മൾ സാധാരണ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കുറഞ്ഞ് അനീമിയ വരുമ്പോഴൊക്കെ ഈ PRBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് കയറ്റി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും. ആ രീതി നമുക്ക് ഒറ്റയടിക്ക് ഇതിനകത്ത് പ്ലേറ്ററ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ കൊടുക്കുന്ന പ്ലേറ്ററ്റ് കൊണ്ട് നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അണുബാധ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ചികിത്സ കൊടുക്കണം. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ബ്ലീഡിങ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള കൃത്യമായ ചികിത്സ വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല അവയവങ്ങളിലേക്കും ഡെങ്കിപ്പനി ഈ ക്രിട്ടിക്കൽ ഫേസിൽ ബാധിക്കാം. അപ്പോൾ ഓരോ അവയവത്തിലേക്ക് ബാധിക്കുന്നതനുസരിച്ചിട്ട് ആ അവയവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സയാണ് ചെയ്യുക. നമുക്ക് കോളറയ്ക്ക് ആണെങ്കിൽ ഒരു ബാക്ടീരിയൽ അണുബാധയാണ്, നമുക്കതിന് കൃത്യമായ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്നാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രത്യേക ആൻറ്റിവൈറൽ മരുന്ന് നമ്മളെ ഈ ഡെങ്കിപ്പനി ചികിത്സയ്ക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സപ്പോർട്ടീവ് മെഷർ കൊടുക്കുകയും ശരീരത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു പ്രതിരോധ ശക്തി ഡെവലപ്പ് ചെയ്തിട്ട് പിന്നീട് താനെ തന്നെ ഈ രോഗം കൺട്രോളിലാവുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ സംഭവിക്കുക. അതാണ് ഈ ക്രിട്ടിക്കൽ ഫേസിന് ശേഷം 3ാമത്തെ ഫേസാണ് റിക്കവറി ഫേസ്. സാധാരണ നോർമൽ അവസ്ഥയിലേക്ക് രോഗി വരുന്ന അവസ്ഥ. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി. ഓക്കെ, മറ്റൊന്ന്, ഈ പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിക്കേണ്ട, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ വേണ്ടി കഴിക്കേണ്ട ആഹാര പദാർത്ഥങ്ങൾ എന്താണ്? ആ സമയത്ത് എടുക്കേണ്ട മെഡിസിൻസ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ നമ്മളതിനെ ആ ഭാഗം ചർച്ച ചെയ്ത് കഴിഞ്ഞു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഇതിനെ പറ്റിയുണ്ട്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ചില പ്രത്യേകതരം ഈ പഴവർഗ്ഗങ്ങൾ, ഈ പപ്പായയുടെ ഇല, ഇതൊക്കെ കഴിച്ചിട്ടാണ് കൗണ്ട് കൂട്ടുന്നതായിട്ട് പലരും പറയാറ്. ഈ പപ്പായയുടെ ഇല, അത് എനിക്കറിയില്ല എങ്ങനെയാണ് ആൾക്കാർക്ക് അങ്ങനെ വന്നതെന്നുള്ള. ഈവൻ ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ. അതിൽ കഴിഞ്ഞ 2 വർഷങ്ങൾ മുമ്പെയൊക്കെ ഈ വലിയ രീതിയിൽ ഈ ഡെങ്കിപ്പനി പടർന്ന സമയത്ത് ഈ പച്ച പപ്പായയുടെ നീര് കഴിച്ചിട്ട് അത് വായിൽ പൊള്ളിയിട്ട് തന്നെ ഒരു 10-20 ആൾക്കാരെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ശരീരത്തിൽ ജലാംശം നല്ല രീതിയിൽ കൂട്ടുന്ന രീതിയിലും നല്ല നോർമലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മൾ ഏത് അസുഖം വരുമ്പോഴും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് കുഴപ്പമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വില കൂടിയ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഈ ഫ്രൂട്ട്സോ കഴിക്കുന്നത് കൊണ്ട് നമ്മളെ കൗണ്ട് കൂടുകയോ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കൂടുകയോ അത്തരത്തിലുള്ള ധാരണകൾക്കൊന്നും വലിയ അടിസ്ഥാനമില്ല. അതേപോലെ തന്നെ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ മറ്റൊരു വ്യത്യാസം നേരത്തെ പറഞ്ഞു, ഇത് പനി വിട്ട ശേഷമാണ് കോംപ്ലിക്കേഷനിൽ പോവുക. അതേപോലെ നമ്മൾ ഈ കോവിഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഫ്ലുവൻസയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് പറയുന്നത് ഈ പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാരിൽ രോഗം വരുമ്പോഴാണ് ഈ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മൾ റിവേഴ്സ് ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞ് ഈ കോവിഡിൻ്റെ കാലത്ത് കുറേ ചർച്ച ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് നേരെ തിരിച്ചാണ്. കോവിഡിനകത്ത് നമുക്ക് ഈ പ്രതിരോധ ശക്തി നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടുപോകുക. കാരണം ഇതിനകത്ത് നമുക്ക് ഈ വൈറസ് ശരീരത്തിൽ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് വളരെ കൂടിയ അവസ്ഥയിലേക്ക് പോകുമ്പോൾ പിന്നീട് ആ പ്രതിരോധ ശക്തി തന്നെ അല്ലെങ്കിൽ ആ പ്രതിരോധം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ ആൻറ്റിബോഡി തന്നെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിലേക്കും ഡാമേജ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതും ഈ ഡെങ്കിപ്പനി മറ്റ് പനികളിൽ നിന്നുള്ള ഒരു ഡെങ്കിപ്പനിയുടെ ഒരു വ്യത്യാസമാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഞാൻ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നതാണ്, ഈ പലർക്കും പനി
ഈ വയറുവേദന അല്ലെങ്കിൽ രുചിക്കുറവ് വരുമ്പോൾ തുടക്കത്തിൽ ഡെങ്കിപ്പനിയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില വീക്കായിട്ട് ചിലപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടത് പോസിറ്റീവായി വരും. പിന്നീട് ഛർദിയും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും അവർ ഈ ചികിത്സയൊന്നും എടുക്കില്ല. പിന്നീടാണ് അത് നോക്കുന്ന സമയത്ത് ഈ കോംപ്ലിക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനിയുടെ കൂടെ തന്നെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസും വളരെ കോമൺ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് കൂടുതലുള്ളത്. അതും ഈ ഇതേ രീതിയിൽ തന്നെ പനി, ഭക്ഷണത്തിൻ്റെ രുചി വ്യത്യാസം, ഛർദി ഈ രോഗലക്ഷണങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെയുള്ള ടെസ്റ്റുകൾ നടത്തുക. നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ടെസ്റ്റുകളെ കൂടെ ഈ ലിവറിൻ്റെ പ്രവർത്തനത്തെ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതിനകത്ത് SGOT, SGPT എന്ന് പറഞ്ഞ ടെസ്റ്റിലൊക്കെയുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. ആ വ്യത്യാസം കൂടുതലാണെങ്കിൽ ഈ ഡെങ്കിപ്പനിയുടെ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേ രീതിയിലുള്ള ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളതും നോക്കണം. നമുക്ക് പലപ്പോഴും ഈ ഡെങ്കിപ്പനിയും ഹെപ്പറ്റൈറ്റിസ് എയും കൂടെ ഈ ചികിത്സയുടെ തുടക്കത്തിൽ മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. ഒപ്പം തന്നെ ഈ പനി വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പൊതുവെ ബുദ്ധിമുട്ടുള്ള കാര്യം വെള്ളം കുടിക്കുക എന്നുള്ള ഒരു മടിയാണ് പലപ്പോഴും. അപ്പോൾ ഈ പനി കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ആൾ ശരാശരി എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? നേരത്തെ പറഞ്ഞു, നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക. നമുക്ക് നല്ല രീതിയിൽ മൂത്രം വരുന്ന രീതിയിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വെള്ളം നല്ല അളവിൽ ഏകദേശം ഒരു 3 മുതൽ 5 ലിറ്റർ വരെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഡെങ്കിപ്പനിയിലെ ഏറ്റവും പ്രധാന ചികിത്സ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായ മരുന്ന് ഉപയോഗിക്കാതിരിക്കുക, റെസ്റ്റ് എടുക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനിലേക്ക് പോണ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അപായ സൂചനകൾ അതല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് കാണുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ കൂടുതൽ ടെസ്റ്റ് നടത്തേണ്ടതും അതനുസരിച്ചുള്ള ശ്രദ്ധ എടുക്കുകയും ചെയ്യേണ്ടത്. ഡോക്ടർ, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കോൾ സെൻറ്റർ പൂർണ്ണമാവുകയാണ്.